സന്നിധാനത്ത് ടെൻഡർ ഉപാധികൾ ലംഘിക്കുന്ന കരാറുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് കോടതി നിർദ്ദേശം നൽകി. ക്രമക്കേട് കണ്ടെത്തിയ കടകൾക്ക് പിഴ ചുമത്തിയെന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കോടതി ഇടപെടലിലൂടെ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ടെൻഡർ ഉപാധികൾ ലംഘിക്കുന്ന കരാറുകാർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നാണ്. മറ്റു വിവരങ്ങൾ? അതായത് ശബരിമലയിലെ പമ്പ മുതലുള്ള ഇടങ്ങളിലെ കടകളിൽ ഈ ഭക്ഷ്യ വസ്തുക്കൾ കാലാവധി കഴിഞ്ഞവ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അമിത വില ഈടാക്കുന്ന സാഹചര്യം. ഇതിലൊക്കെ ഇത്തരം കടകൾക്കെതിരെ പിഴ ചുമത്തുകയും 1,37,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ അറിയിച്ചത്. തുടർന്നാണ് ഈ ടെൻഡർ ഉപാധികൾ ലംഘിക്കുന്ന കുത്തക ഹോൾഡർമാർക്കെതിരെ, അതായത് കരാറുകാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ് ഹൈക്കോടതി ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. കർശന നടപടിയെടുത്ത് അതിനുശേഷം റിപ്പോർട്ട് ആവശ്യമെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകുകയും വേണം. കുത്തക ഹോൾഡർമാര് ഈ ഉപാധികൾ ലംഘിച്ചുകൊണ്ടാണ് നിലവിൽ അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ 18ാം പടിയിൽ നിന്നുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത സംഭവത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോടും അതോടൊപ്പം ചീഫ് പോലീസ് കോർഡിനേറ്ററോടും ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ADGP ആയിട്ടുള്ള ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ നാളെ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഇന്നത്തെ ഈ തിരക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും വ്യക്തത വരുത്തിയിട്ടുണ്ട്. പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലും തിരക്ക് നിയന്ത്രണ വിധേയമെന്നാണ് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുവെന്നും ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി നിലവിലെ ഹർജി വീണ്ടും, അതായത് ഈ വിഷയങ്ങൾ വീണ്ടും നാളെ പരിഗണിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഈ കുത്തക ഹോൾഡർമാർക്കെതിരായിട്ടുള്ള നടപടികൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. രോഹിണി. ശരി രേഷ്മ, എന്തായാലും കരാർ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണം എന്നാണ് കോടതി പറയുന്നത്.